ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാതെ തന്നെ കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻകറിയാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾക്ക് മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. ഇതാ ഈ സ്പൂണിന് നിറയെ 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. ഇനി നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന് നിറയെ ചേർത്ത് കൊടുത്താൽ ഒരുപാട് എരിവായിട്ട് മീൻകറി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ മീൻകറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവും പുളിയെല്ലാം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്താൽ മതിയേ. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. പിന്നെ എടുത്തത് 1 കഷ്ണം ഇഞ്ചി, ഇതാ മീഡിയം സൈസിലെ വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, അത് നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കണം എടുത്തത്. അപ്പോൾ മീൻകറിക്ക് നല്ല പുളി വേണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പുളിയുള്ള മാങ്ങ. 2 സവാള എടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇത് മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഉലുവ 1 നുള്ളു ഉലുവ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഉലുവ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 നുള്ളു ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് എടുത്തത്. കല്ലുപ്പന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 1/2 കിലോ ചുവന്ന മീനാണ് എടുത്തത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു കടായി ഒന്ന് ചൂടാക്കി എടുക്കാം. കടായി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്താൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഏറ്റവും ആദ്യം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണേ പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 2 വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. 1 മിനിറ്റ് മതി ഇളക്കിയെടുക്കുന്നത്. നമ്മൾ ചൂടാക്കിയെടുത്ത പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മതി ഒന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട്. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതാ നല്ല പഴുത്ത തക്കാളി 2 ചെറുത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിതാ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായി ഒന്ന് നമുക്ക് വഴറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതെന്ത് ചെയ്യണമെന്നറിയോ, ഒന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ മീഡിയം ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഇല്ലേ, അത് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ മിക്സിൻ്റെ മീഡിയം സൈസ് ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ അരച്ച് വെച്ച മസാലക്കൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് നമ്മൾക്ക് ആവശ്യമായ വെള്ളം കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മസാല എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പാകമായ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് മാങ്ങ. അപ്പോൾ ഈ മാങ്ങേൻ്റെ ഉൾവശമെല്ലാം കുറച്ച് മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ കളറായാലും നല്ല പുളിയുള്ള മാങ്ങയാണത്. ഒരുപാട് പഴുത്താലും മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മൾക്ക് അതിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണ്ടേ? ഉപ്പ് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ കറി. അപ്പോഴിതാ ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ വേണം ഇട്ട് കൊടുക്കാനേ, അല്ലെങ്കിൽ മേലേക്ക് തെറിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴിതാ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയാൽ മതി. അപ്പോഴിതാ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഈ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലത്തെ തവി ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് വേണം. ഇതുപോലെ സൈഡിൽ നിന്ന് വേണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാനേ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴിതാ തേങ്ങ അരക്കാതെ കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മീൻകറി റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനിന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കേന്നേ. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് അതിലേക്ക് 3 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അത് സൂപ്പർ ഒരു ടേസ്റ്റ് തന്നെയാണ് ആ കറിക്ക്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് വിതറി കൊടുക്കാം. കണ്ടില്ലേ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ്. അതുകൊണ്ട് ഈ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, തവിയൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ, മടിക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.